നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാറില്ല. ആ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണെന്ന് വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപമാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും തിരുമലയിൽ നിന്ന് കുന്നപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് ആറാമട പള്ളിക്ക് നേരെ എതിർവശം കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 300 മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ഈ ഒരു റോഡാണെന്നുണ്ടെങ്കിൽ കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3/4 കിലോമീറ്ററിൽ ഈ റോഡ് വഴിയും വരാം. അതായത് നമ്മുടെ ഈ വീടിന് 2 റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിന് ഡ്യുവൽ ഫേസ് ആണ് കേട്ടോ. ഈ റോഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടായിട്ട് തോന്നും. പിൻവശത്തുള്ള റോഡ് നോക്കിയാലും നമുക്ക് അവിടെ നോക്കിയാലും നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് ഉള്ളതായിട്ട് തോന്നും. നമുക്ക് ഈ വീടിന് വന്നിട്ട് 5 സെൻറ്റിൽ ഏകദേശം 1960 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. ബാക്കിയുള്ള ദൃശ്യം കാണാം. നമുക്കിതാ ഈ ഭാഗത്ത് നോക്കിയേ, 2 സൈഡിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഒരുക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു 3 ഇന്നോവ വേണമെന്നുണ്ടെങ്കിലും ബാക്ക് ടു ബാക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ 5 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും ഇത്ര അധികം പാർക്കിംഗ് സ്പേസ് ഉണ്ടാകത്തില്ല. ഇതാ ഇവിടെ വേണമെങ്കിൽ ഇനിയൊരു വണ്ടി നിൽക്കുവേ. ഇത്രയും ഗ്രാൻഡായിട്ടാണ് പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ആറാമടയിൽ നിന്ന് വന്ന് കയറുമ്പോഴത്തേക്കും ഈ ഒരു റോഡ് ഫ്രണ്ടേജിലായിരിക്കും വരിക. ഇതാ ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെയും നമുക്ക് വീടിന് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ടേജ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുൻവശം വന്നിട്ട് കിഴക്ക് ദർശനത്തിലാണ് നമ്മുടെ വീട് വരുന്നത്. ആ സൈഡിൽ വരുമ്പോഴത്തേക്കും കിഴക്ക് ദർശനത്തിൽ നമ്മുടെ വീട് വരും. നമ്മുടെ വീടിൻ്റെ അകത്തേക്കുള്ള മെയിൻ എൻട്രൻസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് കിഴക്ക് ദർശനമായിട്ട് വരുന്ന ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ്. മുൻവശത്ത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് അകത്തേക്ക് കയറാം. തേക്കുന്നടിയിലാണ് നമുക്ക് ഈ കാണുന്ന വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മളെ ലിവിങ് സ്പേസ് വരും. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. അത് നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടൈനോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് പോലെ ഒരുക്കിയിട്ടുണ്ട്. മേളിൽ നിന്ന് പ്രകാശം താഴേക്ക് വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. കിച്ചൺ വരുമ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് വുഡിലാണ് ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരുന്നുണ്ടാകും. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് സൗകര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അവിടെ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ, അതിൻ്റെ സൈഡിലും സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ ജാഗ്വാർ, സിംബോളോ തുടങ്ങിയ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ റൂമിൽ തന്നെ 2 ഫാൻ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇത് കരഭൂമിയാണ്. കരഭൂമിയിൽ തന്നെ നല്ല രീതിയിൽ പൈൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ 2 ബെഡ്റൂംസ് ഉണ്ട്. അതായത് ഇത് താഴത്തെ നിലയിൽ കണ്ട അതേ സെയിം ലേഔട്ട് അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. കബോർഡ് സൗകര്യം എല്ലാം കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ആയിട്ട് അടുത്തൊരു റൂമുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. ഇനിയൊരു റൂമുള്ളത് നമുക്കൊരു TV റൂമായിട്ടോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആയിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന റൂമാണ്. അതല്ല ബെഡ്റൂം ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിന് വേറെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ TV വെക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം. കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ടെറസിലുള്ള ഇതുകൂടെ കാണിച്ചതിന് ശേഷം ബാക്കി വില പറഞ്ഞുതരാം. നമ്മുടെ ഏറ്റവും മേളിൽ ഈ ടവർ റൂം കയറി വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് 2 സൈഡിലേക്കും ടെറസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മേളിൽ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ രസമാണ് കേട്ടോ. നോക്കി, നമ്മളൊരു കുന്ന് അതിൻ്റെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ടോപ്പിൽ നോക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ വന്ന് കാണുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല രീതിയിലുള്ള പ്രൈവസി ഉണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് ഇനി വീട് വരത്തില്ല. കാരണം ആ വീടിനെക്കാട് ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇനി ഇതാ ഈ ഒരു സൈഡിൽ മാത്രമേ വീടുള്ളൂ. ബാക്കി 2 സൈഡിലും വഴിയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രൈവസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തിട്ടില്ല. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. സിറ്റിയിലേക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് തിരുമല ജംഗ്ഷനൊക്കെ വളരെയേറെ അടുത്തുള്ള ലൊക്കേഷൻ. തിരുമലയിൽ നിന്ന് നമ്മുടെ ഈ ഒരു മെയിൻ റോഡ് ആറാമട കുന്നപ്പുഴ വഴി പോകുന്ന പാപ്പനംകുടയിൽ പോകുന്ന ഈ ഒരു മെയിൻ റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിക്കാണ് നമ്മുടെ ഈ തിരുമല തൃക്കണ്ണാപുരം റോഡ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു റോഡിൽ നിന്ന് ഹൈവേ കണക്കുള്ള റോഡിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയുള്ള പ്രോപ്പർട്ടി 1.25 കോടി രൂപയാണ് ചോദിക്കുന്ന വില. ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് വിളിച്ച് ഡീലാക്കാം.